ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഭജിക്ക് ശേഷം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇതിന് കാരണം ഒരു പരിധിവരെ മാതാപിതാക്കളാണെന്ന് കൂടി പറയാം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപറ്റം മാതാപിതാക്കൾ വിദേശത്തുള്ള ചെറുപ്പക്കാരുടെ കല്യാണാലോചനകൾ വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള അന്വേഷണങ്ങളും കൂടാതെ കല്യാണം നടത്തിവിടാറുണ്ട്. ഇനി അന്വേഷിച്ചാലും വിദേശത്തുള്ള ചെറുക്കനെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചറിയുന്നതിൽ പരിമിതികളുണ്ട്. ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ പലതും പെൺകുട്ടികൾ ആത്മഹത്യയിലേക്കും കാരണമാകുന്നു. നമ്മുടെ നാട്ടിൽ പഴമക്കാർ പറയുന്നത് പോലെ ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കാം, പക്ഷേ ഒരാളുടെ മനസ്സ് നമുക്ക് ആഴ്ന്ന് പരിശോധിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ പെൺകുട്ടികൾ വളരെയധികം വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നിൽക്കാതെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതിൽ എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പെൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പിന്തുണയുണ്ടാവണം. പെൺകുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളുടെ ബാധ്യതയല്ല, മറിച്ച് അവരുടെ ധനമാണ്. ഈ കഴിഞ്ഞ അതുല്യയുടെ സംഭവത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ആ പെൺകുട്ടി തൻ്റെ ദുരനുഭവങ്ങൾ വീട്ടുകാരുമായി പങ്കുവച്ചപ്പോൾ അമ്മയുടെ അഭിപ്രായം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം കേട്ടതാണല്ലോ. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കുമെന്ന ചിന്ത വേണ്ട. കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു. പെൺകുട്ടികളും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പ്രതിവിധിയല്ല. നമ്മൾ ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. സ്വപ്നങ്ങൾക്കായി ചിറകടിച്ചുയരണം. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായ ഈ സാഹചര്യത്തിൽ നിയമസാധുത തേടുവാനും ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.